നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അർഹിച്ചത് ജോ റൂട്ട് സെഞ്ചുറി. ഒറ്റ റണ്ണ് മതിയായിരുന്നു, പക്ഷേ അറ്റ്കിൻസൺ സ്ട്രൈക്ക് കൈമാറിയില്ല. നിരാശ ജോ റൂട്ട് ആരാധകർക്ക്. പക്ഷേ ഇംഗ്ലണ്ട് ആരാധകർക്ക് സന്തോഷം തന്നെ തോന്നേണ്ടതാണ്. കാരണം വളരെ മികച്ചൊരു പ്രകടനമാണ് ജോ റൂട്ട് നടത്തിയിരിക്കുന്നത്. ആദ്യ ഏകദിനത്തിലും അദ്ദേഹത്തിൻ്റെ വക അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു. രണ്ടാം ഏകദിനത്തിലും അദ്ദേഹം 99 റൺസ് അടിച്ചിരിക്കുകയാണ്. സീരീസ് 1-1 എന്ന രൂപത്തിലേക്കാക്കാൻ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് കൊണ്ട് കഴിഞ്ഞു. 133 പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ 99 നോട്ട് ഔട്ട്. മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ 2026 നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ നേരത്തെ ഒരു 61 റൺസ്, പിന്നെ ശ്രീലങ്കയ്ക്കെതിരെ 75 റൺസ്, ശ്രീലങ്കയ്ക്കെതിരെ 111 റൺസ്, ഇന്ത്യക്കെതിരെ ആദ്യ ഇന്നിങ്സ് 76 നോട്ട് ഔട്ട്, ഈ ഇന്നിങ്സിൽ 99 നോട്ട് ഔട്ട്. സോ പൊളിച്ചെടുക്കുകയാണ് ജോ റൂട്ട്. 99 റൺസിൽ നിന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറുപടി, ഞങ്ങൾ ഈ മത്സരം ജയിക്കാൻ വേണ്ടിയല്ലേ കളിച്ചത്, അല്ലാതെ ഈ സെഞ്ചുറിക്കും കാര്യത്തിനും വേണ്ടിയിട്ടല്ലല്ലോ. സീരീസ് ഇപ്പം വെരി മച്ച് അലൈവാണ്, ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഏതായാലും ഏകദിനത്തിൽ 50.66 ആവറേജും ടെസ്റ്റിൽ 50.58 ആവറേജും. വൺ ആൻഡ് ഓൺലി ജോ റൂട്ട്, ദി ഗ്രേറ്റസ്റ്റ് ബാറ്റർ എവർ ഫ്രം ഇംഗ്ലണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഏതായാലും ജോ റൂട്ടിൻ്റെ മികവ് അത് ഇംഗ്ലണ്ടിന് വിജയം അനായാസമാക്കിയിരുന്നു. 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനത്തിൽ വിജയിച്ചിരിക്കുന്നത്. കാർഡിഫിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 44 ഓവറുകളിൽ ഓൾ ഔട്ടായി 233 റൺസാണ് അടിച്ചത്. ഇംഗ്ലണ്ട് 44.1 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർ രോഹിത് ശർമ്മ 47 പന്തിൽ 26 റൺസാണ് അടിച്ചത്. അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ അവസാന ഏകദിന മത്സരമായിരിക്കും ലോർഡ്സിൽ ഞായറാഴ്ച നടക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ രോഹിത്തിന് അങ്ങനെ അങ്ങ് വിടവാങ്ങാൻ താല്പര്യമില്ല. മികച്ചൊരു സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അദ്ദേഹം കളി തുടരട്ടെ. ഗില്ല് 30 പന്തിൽ നിന്ന് 31 റൺസ് അടിച്ചപ്പോൾ വിരാട് കോഹ്ലി വളരെ മനോഹരമായിട്ട് കളിച്ചു. അദ്ദേഹവും അതുപോലെ അയ്യരും ഒക്കെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പിന്നീടുള്ള ബാറ്റർമാർക്ക് മികവ് കാണിക്കാൻ പറ്റിയില്ല. 66 പന്തിൽ നിന്ന് 65 റൺസാണ് വിരാട് കോഹ്ലി അടിച്ചതെങ്കിൽ ഇഷാൻ കിഷൻ 8 പന്തിൽ 100 റൺസാണ് അടിച്ചത്. വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ 71 പന്തിൽ നിന്ന് 66 റൺസ് അടിച്ചു. മറ്റു ബാറ്റർമാരുടെ സംഭാവന വളരെ ശുഷ്കമായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ 2, അക്സർ പട്ടേൽ 1, ദ്യൂബെ ഡെക്ക്, ബ്രാർ 7, പ്രസിദ്ധ കൃഷ്ണ ഡക്കായി. ബൂംറ 13 പന്തിൽ 20 റൺസ് അടിച്ച് പുറത്താകുന്നു. ഒരു ഘട്ടത്തിൽ വളരെ മികച്ച രൂപത്തിൽ പോയ ടീമാണ്. 181-ന് 4 എന്ന രൂപത്തിൽ നിന്ന ടീമാണ് 233-ന് ഓൾ ഔട്ട് ആയത് എന്ന കാര്യം കൂടി നോക്കണം. എന്തായാലും ഇംഗ്ലണ്ടിന് വേണ്ടി ആർച്ചറും അതുപോലെ അറ്റ്കിൻസനും 3 വീതം വിക്കറ്റുകൾ എടുത്തപ്പോൾ സാക്കിബ് മഹ്മൂദ് 2 വിക്കറ്റ് എടുത്തു. സാം കരണും ബിൽ ജാക്സും ഓരോ വിക്കറ്റുകളും നേടി. മറുപടി ബാറ്റിങ്ങിൽ ഡക്കറ്റിനെയും ബെറ്റലിനെയും തുടക്കത്തിൽ തന്നെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ ഒരു ശ്രമം നടത്തിയതാണ്. 2 പേരെയും മടക്കി വിടുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ബോർഡിൽ 8 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവിടെ നിന്ന് അവർ പിടിച്ചു കയറി. ഡക്കായി, ജേക്കബ് ബെത്തൽ 4 റൺസിന് മടങ്ങി. ജോ റൂട്ട് ഒരു ഭാഗത്ത് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. ഹാരി ബ്രൂക്ക് 16, സാം കറൻ 26, ബട്ട്ലർ 17, ഇങ്ങനെ ചെറിയ ചെറിയ സംഭാവനകൾ കൊടുത്തുകൊണ്ടിരുന്നു. വിൽ ജാക്സ് 30 റൺസ് അടിച്ചു. അറ്റ്കിൻസൺ 16 പന്തിൽ 23 റൺസുമായിട്ട് ജോ റൂട്ടിനൊപ്പം കളി കഴിയുമ്പോൾ ക്രീസിലുണ്ടായിരുന്നു. റൂട്ടാണ് ഈ വിജയം ഇംഗ്ലണ്ടിന് അനുകൂലമാക്കിയത്. 133 പന്തിൽ 9 ഫോറുകളുടെ സഹായത്തോടെ 99 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. ഏതായാലും പരമ്പര ഇപ്പോൾ 1-1 സമനിലയാണ്. സീരീസ് ഡിസൈഡർ ഞായറാഴ്ച നടക്കും. ലോർഡ്സിലാണ് ആ കളി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ.